ലഡാക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇപ്പോൾ മരുഭൂമികളുടെ നാടായ രാജസ്ഥാനിലെത്തി നിൽക്കുകയാണ്. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു ഹൈവേ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശത്തുമുള്ള മരുഭൂമി കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. വിദൂരതയിലെ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഇടയ്ക്കിടയ്ക്ക് തലപൊന്തി നിൽക്കുന്ന പച്ചപ്പാർന്ന മരങ്ങളുമൊക്കെ മനോഹരമായ ഒരു കാഴ്ചാനുഭവം തന്നെയാണ് ഈ ഒരു ഹൈവേ റൈഡിങ്ങിൽ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്ര വർണ്ണിച്ചാലും വാക്കുകൾ കിട്ടാത്ത അത്രയേറെ മനോഹരം തന്നെയാണ് ഈ ഒരു റോട്ടിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ ഗ്രാമക്കാഴ്ചകൾ കാണുന്നതിനായി ഗൂഗിൾ മാപ്പിൽ ചെറുതായി മാറ്റം വരുത്തിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. ഈ ഒരു യാത്രയിലാണ് ഇത്തരത്തിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ആടുകളെ കൂട്ടമായി മേയ്ക്കുന്ന ആട്ടിടയന്മാരുടെ കാഴ്ചകളും ചെറിയ ചെറിയ കുറ്റിച്ചെടികളും മുൾപ്പടപ്പുകളും മാത്രമുള്ള റോഡുകളും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രാമങ്ങൾ ഒട്ടും നമ്മുടെ റോഡിനോട് അരികിലോട് ചേർന്നല്ല. ആ ഒരു വിദൂരമായ ഗ്രാമങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് മനോഹരമായ ഇതുപോലുള്ള ചെറു പട്ടണങ്ങളിലേക്കാണ്. ഇവിടുത്തെ കെട്ടിട നിർമ്മാണത്തിലെ വ്യത്യസ്തമായ രീതികളും ആവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങാൻ പറ്റുന്ന ചുരുക്കം കടകളുമൊക്കെ വളരെ ഭംഗിയാർന്ന കാഴ്ചകൾ തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊന്നാണ് ഇവിടുത്തെ പൊടിമണൽ കാറ്റ്. ഗ്രാമപ്രദേശങ്ങളിലെ അവസ്ഥ ഇതൊക്കെയാണ്, പൊടിമണൽ കാറ്റും മറ്റുമൊക്കെയായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ വീണ്ടും മാറ്റം വരുത്തി വീണ്ടും ഹൈവേകളിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇവിടെ പ്ലസൻ്റായിട്ടുള്ള ഒരു കാലാവസ്ഥയാണുള്ളത്. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകളും റോഡിനരികിൽ മണൽ കൂമ്പാരങ്ങളും അതിൽ തലപൊക്കി നിൽക്കുന്ന ചെറിയ പച്ചപ്പാർന്ന മരങ്ങളും ഒക്കെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ബോർഡറിനോട് ചേർന്നുള്ള റോഡിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ നിരവധി വാഹനങ്ങളെ ഞങ്ങൾക്ക് കടന്നു പോകുന്ന വഴിയിൽ കാണാൻ കഴിയും. മനോഹരമായ ഒരു യാത്രാനുഭവം കൂടിയാണ് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് നൽകുന്നത്. സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്ന രാജസ്ഥാൻ്റെ വഴിയോരങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചകളാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മുൾപടർപ്പുകളും ചെറിയ പച്ചപ്പുകളും ഇലകൾ കൊഴിച്ചു നിൽക്കുന്ന മരങ്ങളൊന്നും ഞങ്ങളെ സങ്കല്പത്തിലില്ലാത്ത ഫ്രെയിമുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ ഒരു ഹൈവേയിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെയും ഒന്നുമില്ലാതെ മരുഭൂമി മണൽക്കൂനുകൾ മാത്രമായ റോഡുകളായിരിക്കും രാജസ്ഥാനിലെ ഒട്ടുമിക്കതെന്നും കരുതിയാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നും യാത്ര തിരിച്ചത്. എന്നാൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ ഒരു റൂട്ട് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചത്. ഈ ഒരു മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര ഞങ്ങൾ പോകുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന ജില്ലയിലേക്കാണ്. അങ്ങോട്ട് ഇനി ഏതാനും 1000ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് വേണം മഹാരാഷ്ട്രയിൽ നിന്നും ഈ ജയ്സാൽമീർ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലേക്ക് എത്താൻ. അതിനാൽ തന്നെ രാവിലെ തന്നെ തുടങ്ങിയ റൈഡിങ് ഇപ്പോൾ ഉച്ചയോട് അടുത്തിരിക്കുന്നു. ചൂട് അധികമുണ്ടെങ്കിലും ഈ കാഴ്ചകളുടെ സൗന്ദര്യവും ഈ ഒരു ബ്യൂട്ടിഫുള്ളായ ലൊക്കേഷനും അതിനൊക്കെ ആ ഒരു ക്ഷീണം അകറ്റിത്തരുന്നുണ്ട് ഞങ്ങൾക്ക്. ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാതെയുള്ള യാത്രയായതുകൊണ്ട് തന്നെ എവിടെ ഹോട്ടലോ ധാബയോ കാണുന്നു അവിടെ ഇറങ്ങണം, അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന ധാരണയിലാണ് ഞങ്ങൾ. ഓപ്പൺ റോഡ്, മരത്തിൽ നിറയെ കിളികള്, താഴെ ഒരു പൊട്ട, പിന്നെ ഏതോ ഒരു കറി. വൈബ് ഇവിടെ പാടില്ല. ഒന്നും കൂടെ പറ. ചായ കുടിക്കാൻ വന്നപ്പോ പാടില്ല. 3 ചായ കുടിച്ചു. ഇനി പാടില്ലാത്തോണ്ട് പറഞ്ഞു ചായ ഇല്ല, പാല് വന്നാലേ ഉള്ളൂ. ഈ ഒരു നല്ല ദിവസത്തിൻ്റെ വിരാമം എന്ന വർണ്ണം സൂര്യൻ അസ്തമിക്കാറായി. ഹൈവേയുടെ സൈഡിൽ നിന്നും അസ്തമനം കാണുന്നത് പ്രത്യേകതരം ഒരു വൈബാണ് ഓരോ റൈഡർക്കും സമ്മാനിക്കുന്നതെന്ന് തന്നെ പറയാം. സൺസെറ്റ് സമയത്ത് റൈഡ് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അതും ഒത്തിരി അകലെയുള്ള ഒരു നാട്ടിൽ വന്ന് നമ്മൾ സൺസെറ്റ് സമയത്ത് വിദൂരമായ റോഡിലൂടെ റൈഡ് ചെയ്യുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മരുഭൂമി കാഴ്ചകൾക്ക് അല്പസമയത്തേക്ക് വിട നൽകിക്കൊണ്ട് ഇപ്പോൾ മലനിരകൾ തുരന്നുള്ള റോഡുകളിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 300ഓളം കിലോമീറ്ററുകൾ ഈ റോഡുകളിൽ കൂടെ സഞ്ചരിച്ച് വേണം ജയ്സാൽമീർ എന്ന് പറയുന്ന ജില്ലയിൽ ഞങ്ങൾക്കെത്താൻ. മനോഹരമായ ഈ കാഴ്ചകളിൽ കൂടെ ഈ തുരങ്കം ചെന്ന് അവസാനിക്കുന്നത് മറ്റൊരു ജില്ലയിലേക്കാണ്, രാജസ്ഥാനിലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക്.
ഹൈവേ റോഡായതുകൊണ്ട് തന്നെ റോഡ് അരികിൽ നിന്ന് സൺസെറ്റ് കാണുക ഇത്തിരി പാടുള്ള കാര്യമാണ്. ഈ ഒരു തുരങ്കം കഴിഞ്ഞ് കിട്ടുന്ന ഏറ്റവും നല്ല ഓപ്പൺ പ്ലേസിൽ വണ്ടി നിർത്തി ഈ ഒരു ദിവസത്തെ സൺസെറ്റ് കാണണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അതിനായുള്ള ഓട്ടത്തിലാണിപ്പോൾ. തികച്ചും മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു തുരങ്കപാത അവസാനിക്കുന്ന സ്ഥലത്ത് കാണാൻ കഴിയുന്നത്. ഹൈവേയുടെ സൈഡിൽ നല്ലൊരു ഓപ്പൺ പ്ലേസ് കിട്ടിയപ്പോൾ അവിടെ ഇറങ്ങി സൺസെറ്റ് കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ചെറിയൊരു കുന്നിൻ പ്രദേശത്തിലേക്ക് കയറി നിൽക്കുകയാണ്. ഇവിടെ ഫുള്ളും കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും അത്രമാത്രം മനോഹരം തന്നെയാണ്. ഇവിടെ നിന്നും വിദൂരതയിലേക്ക് നോക്കാൻ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണ്. ഫുള്ളും കുന്നും ചെരിവുകളും അകലെയായി മരുഭൂമി കാഴ്ചകളും പിന്നെ ഈ ഒരു സൂര്യൻ്റെ പ്രഭയും ഒക്കെ കൂടി മനോഹരമായ കാഴ്ച തന്നെ ഞങ്ങൾക്ക് നൽകി. രാത്രിയോടുകൂടി തന്നെ ജയ്സാമറിലെത്തി ഓരോ റൂം കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങളുടെ മുന്നിലെ അടുത്ത ടാസ്ക്. ജയ്സാമറിലെ ആദ്യ ദിവസം തന്നെ ഒരു ജീപ്പ് സവാരി എടുത്ത് ഞങ്ങൾ മരുഭൂമി കാണാൻ യാത്രയായി. ഒട്ടനവധി ബോളിവുഡ് സിനിമകൾ നിർമ്മിച്ച മരുഭൂമി പ്രദേശത്തിലേക്കാണ് ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒട്ടക സവാരിക്കും മറ്റുമായി വിനോദസഞ്ചാരികൾക്കായി നിരവധി ഒട്ടകങ്ങളാണ് വിനോദസഞ്ചാരികളെയും കാത്ത് ഇങ്ങനെ മരുഭൂമിയിൽ കിടക്കുന്നത്. അവയുടെ അടുത്ത് പോകുന്നതും അവയുടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നിപ്പും ഭാവവും കണ്ടിട്ട് തന്നെ ഒട്ടക സവാരിക്ക് തയ്യാറായി നിൽക്കുന്നത് പോലെ തോന്നിയിട്ടാവണം ഒരു ഒട്ടകക്കാരൻ ഇങ്ങനെ ഞങ്ങളെ അടുത്തേക്ക് ഒട്ടകവുമായി ഓടി വന്ന് അരമണിക്കൂർ ഒട്ടക സവാരിക്ക് ചിലവാക്കേണ്ടത് 200 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു നല്ലൊരു ഒട്ടകത്തെ നോക്കി തിരഞ്ഞെടുത്തു. ഉള്ളതിൽ മനോഹരമായുള്ളൊരു ഒട്ടകം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയായി യാത്ര. ആദ്യമായാണ് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് JCBയുടെ മണ്ടയിൽ കയറിയതുപോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ലിസ്റ്റിലെ ഒട്ടക സവാരി കംപ്ലീറ്റായി. മരുഭൂമിയിൽ കൂടിയുള്ള ഈ ഒരു ഒട്ടക സവാരി മറക്കാനാവാത്ത അനുഭവമാണ് തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ ഒട്ടക സവാരിക്ക് ശേഷം ഇപ്പോൾ ഞങ്ങളുള്ളത് കുൽദാരയിലാണ്. കുൽദാരയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. പ്രേത നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ ഒരു ഗ്രാമപ്രദേശമാണ് കുൽദാര. 200 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പൽവാൽ ബ്രാഹ്മണന്മാർ താമസിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു കുൽദാര. ഒരു രാത്രി കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ അപ്രത്യക്ഷരായി എന്നുള്ള ഒരു കഥകളും കുറേ ഐതിഹ്യ കഥകളും പ്രേത കഥകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കുൽദാര എന്ന് പറയുന്നത്. 200 വർഷം പഴക്കമുള്ള വീടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കുൽദാരയിൽ കാണാൻ കഴിയും. നിരവധി പ്രേത അനുഭവ കഥകളാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് കുൽദാരയെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഒരിക്കലും കുൽദാരയിലേക്ക് ആരും തന്നെ നിങ്ങളെ കൊണ്ടെത്തുകയില്ല, നിങ്ങളെ അങ്ങോട്ട് പോകാൻ അനുവദിക്കുകയുമില്ല. ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് കുൽദാരയിലെ തന്നെ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്താണ്. നിരവധി കെട്ടിടങ്ങളാണ് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ കുൽദാരയിൽ നിന്നും തിരിച്ച് റിസോർട്ടിൽ തന്നെ എത്തി. റിസോർട്ടിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ട്രഡീഷണലായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ വേദിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി ഇവിടെ റിസോർട്ടിൽ താമസിക്കുന്ന ഒട്ടനവധി പേര് ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്തുള്ള അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഓരോരോ നാടകീയ പരിപാടികളും നല്ല മനോഹരമുള്ള പരിപാടികൾ തന്നെയായിരുന്നു.
अपने मुंह की बल से इसे पढ़िए और എല്ലാവരും ബിയർ അടിക്കുന്നത് കണ്ട് കയ്യിൽ 10 പൈസ ഇല്ലാതെ കൊതി വിടുന്ന സുഭാഷ്. ഇതെല്ലാം നല്ല ഹൈ ക്ലാസ് കുടിയന്മാരാണ്, എല്ലാം നല്ല റിച്ച് പീപ്പിൾസ്. ഫുൾ ബോട്ടിൽ, അടിയോടടി അടിയോടടി. ഇതെല്ലാം കണ്ട് കൊതിവിട്ട് എൻ്റെ കുട്ടൻ. വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി വീണ്ടും എത്താം.